മാംഗല്യം. ഈ കല്യാണത്തിന് ഇയാൾക്ക് താല്പര്യമില്ലെന്നങ്ങ് പറഞ്ഞേക്കണം. എൻ്റെ ആദ്യ പെണ്ണുകാണൽ ചടങ്ങിലെ സ്വകാര്യ സംഭാഷണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അലസഭാവത്തോടെ അയാൾ പറഞ്ഞു. അതെന്താ, തനിക്കതങ്ങ് നേരിട്ട് പറയുന്നതിൽ വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? അല്ലെങ്കിൽ അതിനുള്ള കാരണം പറയൂ. തൽക്കാലം തന്നോടത് പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എനിക്കെന്തോ അടിമുടി വിറച്ചു കയറി. ബോധിപ്പിക്കാൻ താല്പര്യമില്ലെങ്കിൽ തന്നെത്താൻ പറഞ്ഞാൽ മതി. പിന്നെ തൻ്റെ പോലീസ് ഭാഷയിലുള്ള ഓർഡറിംഗ് ഒന്നും ഇങ്ങോട്ടെടുക്കണ്ട. ശ്വാസമൊന്ന് ആഞ്ഞു വലിച്ച് ഷാളിൻ്റെ തുമ്പാൽ ഞാൻ നെറ്റി തുടയ്ക്കുമ്പോൾ ആളുടെ മുഖത്ത് അനിഷ്ടം തൊടുത്തു. അധികം ഒച്ചയെടുക്കണ്ട, പതിയെ പറഞ്ഞാൽ മതി. ശബ്ദം താഴ്ത്തി അയാൾ അമർഷം കടിച്ചമർത്തി. അല്ലേലും എനിക്ക് പോലീസുകാരെ പണ്ടേ പിടിക്കില്ല. പിന്നെ അച്ഛൻ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഈ പ്രദർശനത്തിന് ഒരുങ്ങി നിന്നത്. ബാൽക്കണിയിലെ കൈവരികളിൽ അമർത്തിപ്പിടിച്ച് ദൂരേക്ക് ഞാൻ നോക്കി. എനിക്ക് ഒരു പെൺകുട്ടിയുമായി 8 വർഷത്തോളം നീണ്ടൊരു പ്രണയമുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ 3-4 തവണ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്. ഗൗരവമേറിയ ശബ്ദത്തോടെ ആ മുഖം എനിക്ക് നേരെ തിരിഞ്ഞു. ആർക്കാണ് ഞെട്ടലുണ്ടാകാത്തത്? എത്ര പുരോഗമനം പറഞ്ഞാലും എൻ്റെ കണ്ണൊന്ന് തുറിച്ചു. ഒരക്ഷരം പറയാൻ നാവ് ചലിക്കുന്നതുമില്ല. PSC റാങ്ക് ലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ലൊരു ജോലിയൊന്നും ഇല്ലാത്ത ഒരാളോടൊപ്പം വിവാഹം നടത്തിവിടാൻ പൂജയുടെ പേരൻസിന് എതിർപ്പായിരുന്നു. അവസാനം അവൾക്ക് മറ്റൊരാളെ തിരഞ്ഞെടുക്കേണ്ടി വന്നു. ആ സ്വരം ഒന്നും മൃദുവായി. മതി, കൂടുതൽ അറിയാൻ താല്പര്യമില്ല. ഇതും കൂടി താൻ കേൾക്കണം. പെട്ടെന്ന് മറ്റൊരു വിവാഹം, പ്രണയം, അതൊന്നും ഉൾക്കൊള്ളാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. പിന്നെ എങ്ങനെയും കല്യാണം കഴിഞ്ഞാലും തന്നെ അംഗീകരിക്കാനും എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. മുണ്ടിൻ്റെ തുമ്പുയർത്തി മുഖത്ത് പൊടിഞ്ഞ വിയർപ്പ് തുടച്ചുകൊണ്ട് അയാൾ തുടർന്നു. ഒരു മറുപടി പറയാതെ ഞാൻ പിന്തിരിഞ്ഞ് താഴേക്ക് പടവുകൾ ഇറങ്ങുമ്പോൾ എനിക്ക് പിന്നാലെ അയാളും ഉണ്ടായിരുന്നു. താഴെ എല്ലാവരുടെയും കണ്ണുകൾ എന്നിലേക്ക് ഒഴുകി വന്നു. ഹേമന്ത്, അതാണ് അയാളുടെ പേര്. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. എല്ലാവരോടുമായിട്ട് പറയാലോ. അമ്മയുടെ മകന് ഈ വിവാഹത്തിൽ താല്പര്യമില്ല. ഒപ്പം എനിക്കും തീരെ താല്പര്യമില്ല. പിന്നെ ആൾക്കൊരു നഷ്ടപ്രണയം ഉണ്ടായിരുന്നുവെന്നും അതിൽ നിന്നും പുറത്തു വരാൻ മറ്റൊരാളെ സ്വീകരിക്കാനും ആൾക്ക് കഴിയില്ലത്രേ. അതുകൊണ്ട് ഞാൻ ഇയാളെ ഇഷ്ടമല്ലെന്നും പറഞ്ഞ് വിവാഹത്തിൽ നിന്ന് ഒഴിയണമെന്ന്. അമ്മ നോക്ക്, സ്വന്തം അമ്മയ്ക്ക് മക്കളെപ്പറ്റി വേവലാതി കാണും. കരഞ്ഞും വാശി പിടിച്ചും മക്കളെ വിവാഹത്തിന് നിർബന്ധിക്കുമ്പോൾ മറ്റൊരു വീട്ടിലെ പെൺകുട്ടിക്ക് കണ്ണീർ വീഴ്ത്താതെ നോക്കണം. എല്ലാവരുടെയും കണ്ണ് തള്ളിപ്പോയി എൻ്റെ പെർഫോമൻസ് കണ്ടിട്ട്. എൻ്റെ അച്ഛനും അമ്മയും ഹേമന്തിൻ്റെ അമ്മയും ആളുടെ ഒരു സുഹൃത്തും മാത്രമാണ് ചടങ്ങിലുള്ളത്. പറഞ്ഞു കഴിഞ്ഞതും ഞാൻ അച്ഛൻ്റെ അരികിലേക്ക് ചെന്നു. ചിരിയോടെ കൈപിടിച്ച് എന്നെ അരികിലേക്ക് ഇരുത്തി. അച്ഛനറിയാം ശരിക്കൊപ്പം നിൽക്കാനേ ഞാൻ ശ്രമിക്കൂവെന്ന്. ഹേമന്തിൻ്റെ മുഖത്തൊന്നും ചോര തൊട്ടെടുക്കാം. കൂടെ വന്ന സുഹൃത്തിനരികിലേക്ക് ഇരുന്നതും ആളെന്തോ കളിയാക്കിയും തോന്നുന്നു. എനിക്കെന്തോ ആ അമ്മയുടെ മുഖം കണ്ടിട്ട് സങ്കടം തോന്നി. പാതിയോളം നര കയറിയ മുടിയുള്ള ചിരിച്ച മുഖത്തോടെ ഒരു സാധാരണക്കാരി. ഞാൻ എഴുന്നേറ്റ് അമ്മയ്ക്കരികിലിരുന്ന് ആ കൈകളിൽ പിടിച്ചു. മോൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് എൻ്റെ 30-ാം നമ്പർ ടോക്കൺ വാങ്ങിയിട്ട് മോളുടെ 4-ാം നമ്പർ എനിക്ക് തന്നില്ലേ? എനിക്ക് അപ്പോഴാണ് ഓർമ്മ വന്നത്. കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ 3 മാസം മുമ്പ് ഹോസ്പിറ്റലിൽ പോയ ദിവസം. ശരിയാണ്, ഈ അമ്മയ്ക്ക് അന്ന് എന്തോ വയ്യായികയായിരുന്നു. ഒരുപാട് ഇരിക്കാതെ വന്നപ്പോൾ ഞാനാണ് ഒരു ചെറിയ ടോക്കൺ എക്സ്ചേഞ്ചൊക്കെ നടത്തിയത്. അയ്യോ, ഞാൻ ഓർക്കുന്നമ്മേ. പെട്ടെന്ന് കണ്ടപ്പോൾ ആളെ പിടികിട്ടിയില്ല. എന്തായി, പുതിയ കണ്ണടയൊക്കെ വെച്ചോ? ചിരിയോടെയാണ് ഞാനത് ചോദിച്ചത്. ഹേമന്തിൻ്റെ മുഖത്തൊരു ആശ്ചര്യഭാവം തെളിഞ്ഞു. മോളെ അമ്മയ്ക്ക് ഇഷ്ടമായി, ഒത്തിരി. മിടുക്കിക്കുട്ടി. എന്തോ ഇവനും പറഞ്ഞിട്ടില്ല, അത്ര തന്നെ. ബുദ്ധിമുട്ടിച്ചതിൽ മേനോൻ ക്ഷമിക്കണം. മോള് പറഞ്ഞതാ ശരി. ഇനി അവനൊരു കൂട്ട് വേണമെന്ന് തോന്നുമ്പോൾ അത് നടത്താം. യാത്ര പറഞ്ഞവൾ ഇറങ്ങുമ്പോൾ ഓക്കെ അങ്കിൾ, സോറി എന്നും പറഞ്ഞ് അച്ഛന് കൈ കൊടുത്തു. ആ കണ്ണുകൾ എന്നിലേക്ക് തേടി വരുന്നതറിഞ്ഞെങ്കിലും കാണാത്തതുപോലെ ഞാൻ അകത്തേക്ക് നടന്നുപോയി. അച്ഛനും അമ്മയും എന്നും എൻ്റെ ഇഷ്ടങ്ങൾക്ക്
പ്രാധാന്യം നൽകിയിരുന്നു. MSW കഴിഞ്ഞ് വർഷം രണ്ടോളം ആയെങ്കിലും സ്ഥായിയായ ഒരു ജോലിക്കൊന്നും ശ്രമിക്കാതെ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നു. വീടിനടുത്തായി ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്. 15ഓളം പ്രായം ചെന്ന മക്കൾ ഉപേക്ഷിച്ച അച്ഛനമ്മമാർ. ഇപ്പോൾ ആ സ്ഥാപനം നോക്കി നടത്താനൊന്നും ആളില്ലാതെ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. കൂടുതൽ നേരവും ഇപ്പോൾ ഞാൻ അവിടെയാണ്. 1-2 സുഹൃത്തുക്കളും കൂടെയുണ്ട്. അവിടെയുള്ള ജാനകിയമ്മയ്ക്കും പാർവമ്മയ്ക്കും ശേഖരമാമനുമൊക്കെ സ്വന്തം മകളോടെന്ന പോലെ സ്നേഹമാണ്. എല്ലാവരും ഉണ്ടായിട്ടും ഉപേക്ഷിക്കപ്പെട്ട അവരുടെയൊക്കെ അവസ്ഥയിലാണ് മനസ്സ് ഏറ്റവും പിടയുന്നത്. ജീവിതത്തിൽ വിവാഹം എന്നൊന്നുണ്ടായാൽ എൻ്റെ ഇഷ്ടങ്ങളെ മാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരാൾ വേണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. ഹേമന്തിനെ എനിക്ക് കണ്ടു പരിചയമുണ്ട്. SI ആണല്ലോ. ആളോട് ഇഷ്ടമുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. പക്ഷെ അവസാനൊരു നിരാശാ കാമുകനാണെന്ന് അറിഞ്ഞ നിമിഷം മനസ്സിൽ വന്ന് ആ ഒരിഷ്ടം പമ്പ കടന്നു പോയി. നമുക്ക് ഇഷ്ടമില്ലാത്ത വിവാഹം, ആദ്യ രാത്രിയിലെ കട്ടിയുള്ള ഡയലോഗുകൾ, അവഗണന, പിന്നെ മദ്യപിച്ചു വന്നുള്ള മാരിറ്റൽ റേപ്പ്, ഗർഭം. അയ്യോ, ഓർക്കാൻ വയ്യ. കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാൻ തൽക്കാലം ഞാനില്ല. അന്ന് പിന്നെ ആകെ ഒരു മൂഡ് ഓഫ് ആയിരുന്നു. 8 നിലയിൽ പൊട്ടിയ പെണ്ണ് കാണലും ചായ സൽക്കാരവും. ആളുടെ പെർഫ്യൂമിൻ്റെ മണമാണ് ഇവിടെയെല്ലാം. ദിവസങ്ങൾ മാറ്റമില്ലാതെ കടന്നുപോയി. ഇനിയൊരു പെണ്ണ് കാണലിന് താൽക്കാലിക അവധി പ്രഖ്യാപിച്ച് ഞാൻ എൻ്റെ കർത്തവ്യങ്ങളിൽ മുഴുകി. 1-2 തവണ ഹേമന്തിനെ കണ്ടിരുന്നു. റോഡിലെ ഏതെങ്കിലും വളവിൽ ആളുകളെ പൊക്കാൻ വേണ്ടി വണ്ടി നിർത്തി നിൽക്കുന്ന കാണാം. യൂണിഫോമിൽ കാണാൻ ഒടുക്കത്തെ ഗ്ലാമർ. പിന്നല്ലാതെ സൗന്ദര്യം എന്നത് ആരോഗ്യപരമായി ആസ്വദിക്കാനുള്ളതാണല്ലോ. ഇടയ്ക്കൊരിക്കൽ ഞാൻ കൈയുയർത്തി സലാം പറഞ്ഞപ്പോൾ കണ്ട പാവം നടിച്ചില്ല ആള്. ഞാൻ ആകെ നാണം കെട്ടു. എന്നെ പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ തുടരെ തുടരെ എല്ലാ ദിവസവും കൈയുയർത്തി വെറുതെ ഒരു ഹായ് പറയും. ആൾക്കത് ഇഷ്ടപ്പെടുന്നില്ലെന്ന് മനസ്സിലായി. പല്ലൊക്കെ കടിച്ചു പൊട്ടിക്കും പോലെയാണ് നിൽപ്പ്. ഒരിക്കൽ മാളിലൊന്ന് കറങ്ങാൻ പോയ ദിവസം ഒറ്റയ്ക്കിങ്ങനെ ആൾക്കൂട്ടത്തിലൂടെ നടക്കാൻ വളരെ ഇഷ്ടമാണ് എനിക്ക്. ഇടയ്ക്കൊരു കോൾഡ് കോഫി കഴിക്കാൻ ഒരു കൊതി തോന്നി. ഓർഡർ കൊടുത്ത് മെനു കാർഡിലേക്ക് അടിച്ചാൽ പൊട്ടാത്ത ഐറ്റംസൊക്കെ എണ്ണി നോക്കിക്കൊണ്ട് ഞാനിരുന്നതും 2 ടേബിളിനപ്പുറം ഹേമന്തും 2 കൂട്ടുകാരും. ഡ്യൂട്ടിയിലല്ലെന്ന് മനസ്സിലായി. അന്ന് വീട്ടിൽ വന്ന കൂട്ടുകാരനാണ് കൂടെയുള്ള ഒരാൾ. ഞാൻ എഴുന്നേറ്റ് അവർക്കരികിലേക്ക് ചെന്നു. പരിചയഭാവത്തിൽ ഞാൻ സംസാരിച്ചു തുടങ്ങി. ആൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന് മുഖഭാവത്തിൽ നിന്നും എടുത്തു കാട്ടുന്നുണ്ട്. ഫ്രണ്ട്സാണ് സംസാരിക്കുന്നത്. ആൾക്കെൻ്റെ പേര് പോലും അറിയില്ല എന്ന സത്യം ഞാൻ അറിഞ്ഞതും എനിക്ക് എന്നോട് തന്നെ സഹതാപം തോന്നി. യാത്ര പറഞ്ഞ് കോൾഡ് കോഫിയുടെ ക്യാഷ് അയാളെ കൊണ്ടടപ്പിച്ച് ഞാൻ നൈസായി മുങ്ങി. വെറുതെ ഒരു തമാശ. എന്തിനാണ് അയാളെ പിടിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം എനിക്കറിയില്ല. ഒരുപാട് നാളുകൾക്കപ്പുറം ആളെ റോഡരികിൽ കണ്ടു. സ്കൂട്ടി നിർത്തി അടുത്തേക്ക് ഞാൻ ചെന്നു. സഹപ്രവർത്തകരെല്ലാം ഉണ്ട്. വെറുതെ ഒന്ന് സംസാരിക്കാനേ വിചാരിച്ചുള്ളൂ. കൂടുതൽ ഓവർ സ്മാർട്ട് ആകരുത്. നിനക്കൊരെല്ല് കൂടുതലാണെന്നറിയാം. പക്ഷെ ആ സ്മാർട്ട്നെസ് മേലാൽ എൻ്റെ നേർക്ക് നീ ഇറക്കിയേക്കരുത്. കൂടെയുള്ള വനിതാ പോലീസ് അടക്കം എല്ലാവരും കേട്ടു. ആകെ ചമ്മി. അവരൊക്കെ ചിരിക്കുന്നുണ്ട്. എനിക്ക് സത്യത്തിൽ വിഷമമായി. ഒന്നും മിണ്ടാതെ സ്കൂട്ടിയും എടുത്ത് പറപ്പിച്ചു. ഞാൻ എന്തെങ്കിലും പറയും തോന്നിക്കാണും. പക്ഷെ ഒന്നും മിണ്ടിയില്ല. പിന്നെ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. ആളെക്കുറിച്ച് ഓർക്കാൻ പോലും നിന്നില്ല. വീടിനടുത്തുള്ള ഒരു സ്പോർട്സ് ക്ലബിൻ്റെ വാർഷികത്തിന് ഓൾഡ് ഏജ് ഹോമിലേക്ക് അവർ പൊതിച്ചോറ് എത്തിച്ചിരുന്നു. അധികമൊന്നും പൊതിച്ചോറ് വേസ്റ്റാക്കാൻ മനസ്സ് വന്നില്ല. ടൗണിലെ തെരുവിലിരിക്കുന്ന ചിലരുണ്ട്. വിശക്കുമ്പോൾ മാത്രം ഭിക്ഷ യാചിക്കുന്ന ചിലർ. മനസ്സിലേക്ക് അവരുടെ മുഖമാണ് തെളിഞ്ഞു വന്നത്. പൊള്ളുന്ന വെയിലിലേക്കിറങ്ങി അവർക്കെല്ലാം വീതിച്ചു നൽകി. ആ മുഖത്തെ സന്തോഷം വെയിൽ ചൂടിൽ ആഞ്ഞു വീശിയ മഞ്ഞുകാറ്റ് പോലെ എന്നെ തണുപ്പിച്ചു. അവർ ചിലർക്കൊന്നും ചിരിക്കാനറിയില്ല. നീണ്ടു വളർന്ന മുഷിഞ്ഞ താടിരോമംക്കുള്ളിൽ നവരസങ്ങളുടെ ചുടുകാടാണെന്ന് എനിക്ക് തോന്നിപ്പോയി. മനസ്സ് നിറഞ്ഞൊരു ചിരിയോടെ സ്കൂട്ടിയും എടുത്ത് പോകാൻ തുടങ്ങിയതും ഓപ്പോസിറ്റ് സൈഡിലായി ജീപ്പിൽ ചാരി നിൽക്കുന്ന ആളെ ഞാൻ കണ്ടു. ആൾക്ക് പ്രത്യേക പാവങ്ങളൊന്നുമില്ല. ഞാൻ കണ്ട പാവം പോലും നൽകിയില്ല.
ഇനി സ്മാർട്ടാവാൻ വയ്യ. പാവങ്ങൾക്ക് ഒരു നേരത്തെ അന്നം മുട്ടുന്ന അലിവിൻ്റെ നിറകുടമായ നായികയോട് ഒറ്റ നിമിഷം കൊണ്ട് പ്രേമൊഴുകുന്ന നായകൻ. പക്ഷെ ഇവിടെ അങ്ങനല്ല. അങ്ങനെ തോന്നുന്ന ഇഷ്ടം ഈ നായികയ്ക്ക് വേണ്ടെങ്കിലോ? പിന്നീട് ഒരുപാട് തവണ കൺമുമ്പിൽ വന്ന് പെട്ടെങ്കിലും ഒരു നോട്ടം പോലും നൽകാൻ തോന്നിയില്ല. ഒരിക്കൽ റോഡരികിൽ ഒരു പ്രായമായ ഒരാൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു. ചുറ്റിനും ആളുകൾ വൃത്തം തീർത്തിട്ടുണ്ട്. റോഡ് മുറിച്ച് കടന്നപ്പോൾ ഏതോ വണ്ടി വന്ന് തട്ടി. ചിലർ മൊബൈൽ ക്യാമറകളിൽ ചിത്രം പകർത്തുന്നു. ഇത്രയും നീചമായ സമൂഹത്തോട് ആ ഒരു നിമിഷം കടുത്ത വെറുപ്പ് തോന്നിപ്പോയി. ചോര വാർന്നൊഴുകുന്ന ആ മനുഷ്യനെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നായിരുന്നു മനസ്സിൽ. നല്ല മനസ്സുള്ളൊരു ഓട്ടോക്കാരൻ തക്ക സമയത്തിന് എത്തിച്ചേർന്നു. കൃത്യനേരത്ത് എത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ട് ജീവൻ ആപത്തൊന്നും പറ്റിയില്ല. ഹരി എന്നൊരു ചെറുപ്പക്കാരൻ്റെ ഓട്ടോയായിരുന്നു. PG പഠിക്കുവാണ് ആള്. പാർട്ട് ടൈമായിട്ട് ഓട്ടോ ഓടിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് പോലീസ് എത്തി. ആശുപത്രി അധികൃതർ രക്ഷകർത്താവായി എന്നെ ചൂണ്ടിക്കാട്ടി. പോലീസ് യൂണിഫോമിൽ എനിക്കരികിലേക്ക് വന്നത് ഹേമന്താണെന്ന് ഞാൻ അറിഞ്ഞു. ആ കണ്ണുകളിൽ ആശങ്കയുണ്ട്. നമ്മൾ എന്നെ ഉപേക്ഷിച്ച കേസായതുകൊണ്ട് മൈൻഡ് കൊടുത്തില്ല. ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കൊടുത്തു. തിരികെ പോയപ്പോൾ ആ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി അതും കണ്ടില്ലെന്ന് നടിച്ച് ഞാൻ പിന്തിരിഞ്ഞു നടന്നു. ഒരിക്കൽ ക്ഷേത്രത്തിൽ വെച്ച് ഹേമന്തിൻ്റെ അമ്മയെ കണ്ടു. ആളും കൂടെയുണ്ട്. വളരെ പാടുപെട്ട് സാരിയൊക്കെ വാരി ചുറ്റിയാണ് എൻ്റെ നിൽപ്പ്. വെറുതെ ഇടയ്ക്കൊരു ചേഞ്ച്, അതാരാണ് ഇഷ്ടപ്പെടാത്തത്? അമ്മ അടുത്തു വന്ന് സംസാരിച്ചു. വിശേഷങ്ങളൊക്കെ ചോദിച്ചു. സാരിയിൽ സുന്ദരിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ ചിരിച്ചതും ഹേമന്തിൻ്റെ കണ്ണുകൾ എന്നിലേക്കാണെന്ന് അറിഞ്ഞു. ഞാൻ അമ്മയെ മാത്രം ശ്രദ്ധിച്ചു നിന്നു. ഇനി ഈ ഉത്തരയ്ക്ക് മിസ്റ്റർ ഹേമന്തിനോട് അവഗണന മാത്രമായിരിക്കും. നിങ്ങൾ സംസാരിക്കാൻ പറഞ്ഞ് ആള് കാറിനരികിലേക്ക് നടക്കുമ്പോൾ എന്നെ നോക്കി കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞതും ഞാൻ മുഖം വെട്ടിത്തിരിച്ചു. ഏകദേശം 1 വർഷം വേഗത്തിൽ കടന്നുപോയി. ഓൾഡ് ഏജ് ഹോമിൻ്റെ പ്രവർത്തനം ഞങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങിത്തുടങ്ങി. ഒരു വിദേശ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏറ്റെടുത്തോടെ നടത്തിപ്പവകാശം ഞങ്ങളിലേക്ക് വന്നു ചേർന്നു. ജീവിതത്തിൽ എന്തോ വലിയൊരു ജയം നേടിയപ്പോൾ കുറേ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും അവരുടെ സ്നേഹവും അവർ സംരക്ഷിക്കപ്പെടുന്നതിലൂടെ ഉണ്ടാകുന്ന ആത്മസംതൃപ്തിയും. പിന്നീട് എപ്പോഴോ അച്ഛൻ വിവാഹത്തിന് അല്പം തിടുക്കം കൂട്ടി. അതോർക്കുമ്പോൾ ഹേമന്തിന് ഓർമ്മ വരും. ആദ്യ പെണ്ണ് കാണൽ. ചുണ്ടിൽ ഒരു നറു പുഞ്ചിരി വന്നു തുടങ്ങി. ദിവസങ്ങൾക്കപ്പുറം ഒരു അത്യാവശ്യ കാര്യത്തിനായി പോലീസ് സ്റ്റേഷനിലേക്ക് എനിക്ക് പോവേണ്ടി വന്നു. സർ, ഇത് സുമലതയും അവരുടെ മകൾ രേവതിയുമാണ്. ഈ സ്ത്രീക്ക് സംസാരിക്കാൻ കഴിയില്ല. ഭർത്താവ് മരിച്ച ഇവർക്ക് 12 വയസ്സുള്ള ഈ പെൺകുട്ടിക്ക് നേരെ നിരന്തരം ഇവരുടെ ഭർത്താവിൻ്റെ അനുജൻ ശല്യപ്പെടുത്തുവാണ്. ഈ മോളോട് പോലും ഒരിക്കൽ വൃത്തികേട് കാണിച്ചു. ഇവൾ കണ്ടുകൊണ്ട് വന്നതുകൊണ്ട് മോൾക്കൊന്നും പറ്റിയില്ല. ആത്മരോക്ഷം എന്നിൽ അണപൊട്ടിയെന്ന് തന്നെ പറയാം. സുമയ്ക്ക് കരയാൻ മാത്രമേ കഴിയൂ. ദുർബലമായ മനസ്സ്. അന്ന് ആക്സിഡൻറ്റിൽ സഹായിക്കാൻ വന്ന ഹരിയുടെ അയൽവാസിയാണ് സുമ. ഒരിക്കൽ നേരിട്ട് കണ്ടപ്പോൾ ഇവരുടെ കഥ പറഞ്ഞ് ഹരി എന്നോട് എല്ലാം കേട്ട് ഹേമന്തിൻ്റെ കണ്ണുകൾ കുറുകുന്നതും ആ മുഖം കടുക്കുന്നതും ഞാൻ അറിഞ്ഞു. തീർത്തും പരസ്പരം അറിയാത്തൊരാളെപ്പോലെയാണ് ഹേമന്തുമായി ഞാൻ ഇടപഴകിയത്. ആളെന്നെ ഇടയ്ക്ക് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്. പരാതിയൊക്കെ നൽകി ഞങ്ങൾ പുറത്തിറങ്ങി. അവരെ ഒരു ഓട്ടോയിൽ കയറ്റി വിട്ടിട്ട് സ്കൂട്ടി എടുക്കാൻ പാർക്കിങ്ങിലേക്ക് ഞാൻ നടന്നു. ഉത്തര, ഹേമന്തായിരുന്നു. പിരിച്ചു വെച്ച കട്ടിമീശയ്ക്ക് കീഴെ ഒരു ചെറു ചിരി മിന്നുന്നു. എന്താ സർ? കേസിനെ സംബന്ധിച്ച് എന്തെങ്കിലും കൂടുതൽ ചോദിച്ചറിയാനുണ്ടോ? എൻ്റെ സംശയം അതായിരുന്നു. ഏയ് അല്ല, മറ്റൊരു കാര്യം പറയാനാ. സോറി, തന്നെപ്പറ്റി അരുതാത്തത് എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി. താൻ സ്മാർട്ട് തന്നെയാണ്, ഒട്ടും ഓവറല്ല കേട്ടോ. അതിശയം തോന്നിയില്ല. കുറേ നാളായിട്ട് ആൾക്കെന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് ഞാൻ ഊഹിച്ചിരുന്നു. ഇറ്റ്സ് ഓക്കെ സർ, ഞാനതൊക്കെ വിട്ടു. അല്പം ഇടിച്ചു കയറി സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. പക്ഷെ സാറിൻ്റെ കാര്യത്തിൽ ഞാൻ തെറ്റായിരുന്നു. നമ്മളോട് യാതൊരു ഇൻട്രസ്റ്റും ഇല്ലാത്ത ഒരാളോട് ഇടപഴകുന്നതൊക്കെ കുറച്ച് സൂക്ഷിച്ചു വേണമെന്ന് പുതിയൊരു പാഠം സാറിനെ പഠിപ്പിച്ചു തന്നു.
ചിരിയോടെ ഹെൽമെറ്റും വെച്ച് ഞാൻ സ്കൂട്ടിയിലേക്ക് കയറി. ആളുടെ മുഖമൊന്ന് മങ്ങി. മങ്ങണമല്ലോ. ഒരിക്കലൊരു വൈകുന്നേരം സ്കൂട്ടി പണിമുടക്കി റോഡിൽ നിൽക്കേണ്ടി വന്നെനിക്ക്. ദേഷ്യത്തോടെ കാലുപൊക്കി ഒറ്റ ചവിട്ട് കൊടുക്കുന്നു. താ കിടക്കുന്നു സ്റ്റാൻഡിൽ നിന്നും മറിഞ്ഞു താഴേക്ക്. അവിടെങ്ങും ഒരു മനുഷ്യജീവി പോലുമില്ല. ദൂരെ നിന്നും ഒരു ബുള്ളറ്റിൻ്റെ ഒച്ച കേട്ടതും നമ്മുടെ SI സാറാണ്. തക്ക സമയത്ത് കഥാനായകൻ ലാൻഡഡ്. പക്ഷെ നിർത്താതെ മിന്നൽ വേഗത്തിൽ എനിക്ക് മുന്നിലൂടെ അയാൾ പാഞ്ഞു. കണ്ടില്ലെന്ന് തോന്നുന്നു. പക്ഷേ 2 മിനിറ്റ് കഴിഞ്ഞതും പോയ ആൾ തിരികെ വന്ന് എനിക്കരികിൽ വണ്ടി നിർത്തിയപ്പോൾ ഞാൻ അമ്പരന്ന് പോയി. കള്ളച്ചിരിയോടെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ മാറ്റി ഇറങ്ങി. ഞാനൊന്നും മിണ്ടിയില്ലെങ്കിലും വണ്ടി നിലത്തുനിന്ന് ഉയർത്തി സ്റ്റാൻഡിൽ വെച്ചു. തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. വർക്ക്ഷോപ്പിൽ നിന്ന് ആളെ വിളിക്കാം. താൻ കയറിക്കോ. നേരം ഇരുട്ടാറായില്ലേ, ഞാൻ വീട്ടിലാക്കാം. കൂടുതലൊന്നും പറഞ്ഞില്ല ഞാൻ. മറ്റൊരു മാർഗവുമില്ല. പിന്നെ മറ്റാരുമല്ലല്ലോ, നമ്മുടെ പോലീസല്ലേ. ആ മുഖത്തൊരു തെളിച്ചമുണ്ട്. വേറെ കല്യാണം നോക്കിയില്ലേ? പതിവില്ലാതെ ആള് ചോദിച്ചു. നോക്കി, അടുത്ത മാസം എൻഗേജ്മെന്റ് കാണും. പെട്ടെന്നുള്ള എൻ്റെ മറുപടിക്ക് ആള് നിശബ്ദതയെ കീഴടക്കി. എനിക്ക് ചിരി പൊട്ടി. ബുള്ളറ്റിൻ്റെ വേഗത അല്പം കൂടിയോന്നും ഒരു സംശയം. വീടിന് മുൻപിൽ ഇറക്കിയതും ഒരു താങ്ക്സ് പറയും മുമ്പ് ആള് പോകുന്നത് നോക്കി ഞാൻ നിന്നു. ഒരിക്കൽ ഓൾഡ് ഏജ് ഹോമിലെത്തിയ അതിഥികളെ കണ്ട് നല്ലൊരു അതിശയം തോന്നി എനിക്ക്. ഹേമന്തും അമ്മയും. എല്ലാവർക്കുള്ള ഡ്രസ്സുമുണ്ട്. കറുത്ത കരയുള്ള മുണ്ടും ഷർട്ടുമാണ് ആളുടെ വേഷം. ഞാൻ അധികം ശ്രദ്ധിക്കാതെ അമ്മയുമായി സംസാരിച്ചു. ഹേമന്തിൻ്റെ പുതുതായി പണികഴിപ്പിച്ച വീടിൻ്റെ പാലുകാച്ചാണ് അടുത്ത ഞായറാഴ്ച. അതിന് പ്രത്യേകം ക്ഷണിച്ചു. വരുമെന്ന് ഉറപ്പ് പറയാതെ അമ്മ എന്നെ വിട്ടില്ല. പാവമാണ് ആള്. ഹേമന്തും ക്ഷണിച്ചു. വരാതിരിക്കരുത്, പ്രതീക്ഷിക്കും എന്നൊക്കെ പറഞ്ഞു. എൻ്റെ കണ്ണുകളിലേക്ക് ആളുടെ നോട്ടം ചെന്നെത്തുന്നത് ഞാനറിഞ്ഞു. അമ്മയുമായി ഇവിടേക്ക് വന്നതും ഈ ക്ഷണവുമെല്ലാം ഹേമന്തിൻ്റെ പദ്ധതിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞായറാഴ്ച ദിവസം ഹേമന്തിൻ്റെ വീട്ടിൽ അച്ഛനാണ് എന്നെ ഡ്രോപ്പ് ചെയ്തത്. അത്യാവശ്യം വലിയൊരു വീട്. ആ പടികൾ ചവിട്ടിയതും അമ്മ ഓടി വന്നെൻ്റെ കയ്യിൽ പിടിച്ചു. ഈ വീട്ടിൽ ആദ്യമായി ഹേമന്തിൻ്റെ കൈ പിടിച്ച് കയറുന്നത് ഞാൻ വെറുതെ മനസ്സിൽ കണ്ടു. ശേ, എന്തൊക്കെയാണ് ഈ ചിന്തിച്ചു കൂട്ടുന്നത്? ഞാൻ തലയിലൊന്ന് തട്ടിച്ചിരിച്ചതും ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും എന്നിലേക്ക് വന്നൊടുക്കിയ ഹേമന്തിൻ്റെ കണ്ണുകൾ ഞാൻ അവഗണിച്ചു. അധികം ആരെയും ക്ഷണിച്ചിട്ടില്ലെന്ന്. എങ്കിൽ പോലും ഒരു ട്രെയിനിൻ്റെ ബോഗി കൊള്ളാൻ മാത്രം ബന്ധുക്കൾ. വീടിൻ്റെ ഓരോ കോണും കണ്ടിറങ്ങി. അവിടെയുള്ളവരോടൊക്കെ കൂട്ടുകാണാൻ നമുക്കധികം നേരം വേണ്ടല്ലോ. കുഞ്ഞുകുട്ടി വൃത്തങ്ങൾ എല്ലാവരോടുമായി കൂട്ടായി. മുത്തശ്ശി ഭയങ്കര തമാശക്കാരിയാണ്. തല നിറയെ കിരീടം പോലെ വെള്ള മുടികളുള്ളൊരു മുത്തശ്ശി. ഹേമന്തിൻ്റെ കണ്ണുകൾ എനിക്ക് പിന്നാലെയാണെന്ന് ഞാൻ അറിഞ്ഞു. എനിക്ക് ഇലയിട്ടതും ഊണ് വിളമ്പിയതും ഒക്കെ ആളാണ്. ഒന്നും മിണ്ടില്ല. ചുണ്ടിൽ ഒരു കുസൃതി ചിരിയുണ്ട്. എന്തോ വൈകുന്നേരം വരെ അവിടെ കൂടി അവരിലൊരാളായിട്ട്. പോകാനിറങ്ങിയപ്പോൾ എല്ലാവർക്കും വിഷമം. എനിക്കും അതില്ലാതില്ല. അച്ഛനെ വിളിക്കും മുന്നേ ബുള്ളറ്റും സ്റ്റാർട്ട് ചെയ്ത് ആള് റെഡി. ചിരിയോടെ പിന്നിൽ കയറുമ്പോൾ എന്നെ യാത്രയാക്കാനായി ഒരുപാട് ആളുകൾ ഉമ്മറത്തുണ്ടായിരുന്നു. ഇരുട്ടിനെ വകഞ്ഞു മാറ്റി വണ്ടി മുന്നോട്ട് കുതിച്ചു. ഒരു ചെറിയ തട്ടുകടയ്ക്ക് സമീപം നിർത്തി. ആളിറങ്ങി ഒന്നും മിണ്ടാതെ 2 ചായയും വാങ്ങി വന്നിട്ട് ഒന്നെനിക്ക് നേരെ നീട്ടി. വരുമെന്ന് കരുതിയില്ല. പിന്നെ വന്നപ്പോൾ അത്ഭുതം തോന്നി. താനൊരു റെയർ പീസാണ് കേട്ടോ. സ്മാർട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ. ഇയാൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാമോന്ന് ഞാൻ മനസ്സിലോർത്തു. മറുപടിയായി ചിരിച്ചതേ ഉള്ളൂ. അച്ഛനെ കണ്ടിരുന്നു ഞാൻ. പിന്നെ എൻഗേജ്മെൻറ്റിന് പ്രത്യേകം വിളിച്ചു കേട്ടോ. പണി പാളി. കള്ളം പൊളിഞ്ഞു. ആളുടെ മുഖത്തെ കള്ളച്ചിരി കാണിക്കേ ഞാനും ഒരു പ്ലിങ്ങിയ ചിരി ചിരിച്ചു. എന്തിനാ കള്ളം പറഞ്ഞത്? വെറുതെ. ഞാൻ കണ്ണു ചിമ്മി. ഒരിക്കൽ അച്ഛൻ പറയുകയുണ്ടായി, ഹേമന്തിനെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടെന്നും സംസാരിക്കാറുണ്ടെന്നും ഒക്കെ. അവർക്കിടയിൽ നല്ലൊരു സൗഹൃദം നിലനിൽക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. ഓൾഡ് ഏജ് ഹോമിലേക്ക് ആളൊരിക്കൽ നല്ലൊരു തുക സംഭാവന ചെയ്തു. നേരിട്ട് വന്നിരുന്നു. അവിടുത്തെ കാര്യങ്ങൾ തിരക്കുകയും എല്ലാവരോടും അടുത്തിടപെടുകയും ഒക്കെ ചെയ്യുന്നത് നോക്കി ഞാൻ നിന്നു.
അധികം ബഹളങ്ങളൊന്നുമില്ലെങ്കിലും നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് ആളെന്ന് ഈ കാലത്തിനിടയ്ക്ക് എനിക്ക് മനസ്സിലായി. തിരികെ ഇറങ്ങും മുന്നേ വിശേഷങ്ങൾ തിരക്കി ആൾ മടങ്ങി. അച്ഛനും അമ്മയും ഗുരുവായൂരുള്ളൊരു ബന്ധുവിൻ്റെ വിവാഹത്തിന് പോയ നിമിഷം നിർബന്ധിച്ചെങ്കിലും ഓൾഡ് ഏജ് ഹോമിൽ നിന്നോളാന്ന് പറഞ്ഞ് താൻ ഒഴിഞ്ഞു മാറി. അന്നാകെ തിരക്കുള്ള ദിവസമായിരുന്നു. സ്കൂട്ടി അല്പം വേഗത്തിലാണ് ഓടിച്ചത്. ഒരു വളവ് തിരിഞ്ഞതേ ഓർമ്മയുള്ളൂ. എതിരെ വന്ന ഒരു കാറ് എന്നെ ഇടിച്ചു തെറിപ്പിച്ചതും വായുവിലൂടെ ഉയർന്നു പൊങ്ങി നിലത്തേക്ക് വീഴുന്നതും ഞാൻ അറിഞ്ഞു. തലയിലൂടെ രക്തം പടർന്നൊഴുകുന്നു. കണ്ണു തുറന്നപ്പോൾ ഹോസ്പിറ്റലിലാണ് ഞാനെന്നറിഞ്ഞു. അടുത്തിടിച്ചിട്ട കാറുകാരൻ ചേട്ടനുണ്ട്. ആളാകെ ടെൻഷനിലാണ്. നല്ല മനുഷ്യൻ, വഴിയിൽ ഉപേക്ഷിച്ചില്ലല്ലോ. അധികം പരിക്കുകളൊന്നുമില്ലെങ്കിലും തലയിലെ മുറിവിൽ 4 സ്റ്റിച്ചും കൈമുട്ട് അല്പം തൊലികൾ ഇളകിയിട്ടുണ്ടെന്ന് നേഴ്സ് പറഞ്ഞു. വീണ്ടും ഞാൻ മയങ്ങി. റൂമിനുള്ളിലെ വലിയ വഴക്ക് കേട്ടാണ് ഞാൻ ഉണർന്നത്. ദേ നിൽക്കുന്നു നമ്മുടെ പോലീസ്. കാറുകാരനെ നല്ല പുളിച്ച തെറിയും വഴക്കും പറയുവാണ്. ഇത്രയ്ക്ക് നിന്ന് കത്താൻ മാത്രം എന്തിരിക്കുന്നു? ഞാൻ ഉണർന്നെന്ന് കണ്ടത് ആൾ നിശബ്ദനായി. കാറുകാരനെ പുറത്തേക്ക് അയച്ച് വാതിലടച്ച് എനിക്കരികിലേക്ക് ഒരു സ്റ്റൂളിട്ടിരുന്നു. ക്യാനുലിട്ട എൻ്റെ കൈകൾ മെല്ലെ ആ കൈകളിലെടുത്ത് തടവി. ആളാകെ ക്ഷീണിച്ച് കണ്ണൊക്കെ കലങ്ങി. എനിക്ക് വീണ്ടും ബോധം പോകുമോ ഈശ്വര? എന്നിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ആ കണ്ണുകളെ നേരിടാൻ ഞാൻ അല്പം പ്രയാസപ്പെട്ടു. സാരമില്ല, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, പെട്ടെന്ന് റെഡിയാകൂ കേട്ടോ. അടുത്ത നിമിഷം എൻ്റെ കൈവെള്ള ആ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചു. എന്നെ ചിരിയോടെ കണ്ണു ചിമ്മിക്കാട്ടി. കൈവലിക്കാനൊന്നുള്ള ശക്തിയില്ലല്ലോ എനിക്ക്. നാളെ രാവിലെ ഡിസ്ചാർജ് ആക്കാമെന്ന് പറഞ്ഞു. അച്ഛനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, ധൃതി കൂട്ടി വരണ്ട. കല്യാണമൊക്കെ കൂടി നാളത്തേക്ക് വന്നാൽ മതിയെന്ന് ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഓറഞ്ചിൻ്റെ അല്ലികൾ തൊലി നീക്കി എനിക്ക് നേരെ നീട്ടുമ്പോൾ യാന്ത്രികമായി ഞാൻ വായ തുറന്നു. ആളുടെ ചുണ്ടിലൊരു ചിരിയുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹേമന്തിൻ്റെ അമ്മ വന്നു. എൻ്റെ മോൾക്ക് എന്താ പറ്റിയെന്നും പറഞ്ഞ് അമ്മ ആകെ വെപ്രാളപ്പെടുന്നു. കഞ്ഞിയും എനിക്ക് മാറാനുള്ള ഡ്രസ്സുമൊക്കെ അമ്മ കൊണ്ടുവന്നിട്ടുണ്ട്. ഹേമന്തിനെ പിന്നെ കണ്ടില്ല. അച്ഛൻ എന്നെ വിളിച്ച് സംസാരിച്ചു. വൈകുന്നേരം അമ്മ യാത്ര പറഞ്ഞു. അടുത്തുള്ള കുഞ്ഞു കട്ടിലിൽ ആള് കമിഴ്ന്നു കിടന്നുറങ്ങുന്നത് തലചിരിച്ച് ഞാൻ നോക്കി. പാവം തോന്നി. ആളുടെ മനസ്സിലെന്തോ ഉണ്ട്. ആ വരട്ടെ, നോക്കാം. അടുത്ത ദിവസം ഡിസ്ചാർജ് ചെയ്യുമ്പോഴേക്കും അച്ഛനെത്തിയിരുന്നു. ആൾ നന്നായി പേടിച്ചു. ആ കണ്ണുകൾ നിറയുന്ന കണ്ടപ്പോൾ മനസ്സ് തോന്നി. ഞങ്ങളുടെ സ്വകാര്യതയിൽ നിന്ന് ഹേമന്ത് വേഗം പുറത്തേക്ക് ഇറങ്ങുന്നതും ഞാൻ അറിഞ്ഞു. ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തും വരെ ആളും കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു താങ്ക്സ് പറയണമെന്ന് മനസ്സിലോർത്തു. പക്ഷെ പിന്നീട് എൻ്റെ കൺമുമ്പിൽ കണ്ടതേയില്ല. എന്തോ വല്ലാത്തൊരു മിസ്സിങ്. ഫോൺ ചെയ്യാനും ഒരു മടി തോന്നി. പിന്നീടുള്ള കുറച്ച് ദിവസം ആകെ റെസ്റ്റായിരുന്നു എനിക്ക്. അച്ഛനെ വിളിച്ച് എൻ്റെ കാര്യങ്ങൾ മുറയ്ക്ക് തിരക്കാറുണ്ടെന്ന് മനസ്സിലായി. ദിവസങ്ങൾക്കപ്പുറം ഹേമന്ത് വീട്ടിലേക്ക് വന്നു. ഞാൻ പൂർണ്ണ ആരോഗ്യവതിയായിരുന്നു. സുഖവിവരങ്ങളൊക്കെ തിരക്കി. അന്ന് ഞങ്ങൾ ഒരുമിച്ച് നിന്ന ആ ബാൽക്കണിയുടെ കൈവരിയിൽ ചാരി നിന്നു. ഞങ്ങൾക്കിടയിൽ ഇതുവരെ ഇല്ലാത്തൊരു മൗനം അതിഥിയായി വരുന്നതറിഞ്ഞു. ആൾക്ക് എന്തോ എന്നോട് പറയണമെന്നുണ്ട്. തനിക്ക് എന്നോട് ഇപ്പോഴും വെറുപ്പാണോ? ആ സ്വരം ആർദ്രമായിരുന്നു. ഞാൻ ഒന്നും മിണ്ടാതെ മറ്റെവിടേക്കോ നോക്കി നിന്നു. എനിക്കതിന് അർഹതയുണ്ടോ എന്നറിയില്ല. എങ്കിലും ചോദിക്കുക, നമുക്ക് കല്യാണം കഴിച്ചാലോ? ആ കണ്ണുകൾ ചിരിയോടെ ചിമ്മിയടഞ്ഞു. ഞാനും ചിരിയോടെ നിന്നു. ഇതിലെന്താണ് അർഹതയുടെ മാനദണ്ഡമെന്ന് ഞാൻ ഓർത്തു. ഒരിക്കൽ തോന്നിയ ആ ചെറിയ ഇഷ്ടം ഇന്നും എൻ്റെ ഉള്ളിലുണ്ടെന്ന് പറയാൻ തോന്നിയില്ല. ഒരുപാട് പറഞ്ഞു നോക്കിയിട്ടും മനസ്സ് കേൾക്കുന്നില്ല. ഈ ഉത്തരയോട് വല്ലാത്ത ഇഷ്ടം തോന്നുക. അയ്യേ, ഈ പോലീസ് ഇത്രയ്ക്ക് പൈങ്കിളിയായിരുന്നോ? എൻ്റെ മൗനം ആളെ വല്ലാത്ത ധർമ്മസങ്കടത്തിലേക്ക് നയിക്കുന്നുവെന്ന് ഞാൻ അറിഞ്ഞു. എൻ്റെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ച് ആൾക്കരികിലേക്ക് ചേർത്ത് നിർത്തിയപ്പോൾ എനിക്ക് വല്ലാത്ത ജാള്യത തോന്നി. ഹൃദയം ഉച്ചത്തിൽ മിടിക്കുകയും നെറ്റിയിൽ വിയർപ്പ് പൊടിയുകയും ചെയ്തിട്ടും ഞാൻ എതിർത്തില്ല. അടുത്ത നിമിഷം എന്നെ ആ നെഞ്ചിലേക്ക് ചേർത്തു. എൻ്റെ നെറ്റിയിലൊന്ന് മെല്ലെ ചുംബിച്ചു. അറിയാം എനിക്ക് തനിക്കും ഇഷ്ടമാണെന്ന്. പിന്നെന്തിനാ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത്? ഞാൻ ചിരിയോടെ അടർന്നു മാറിയപ്പോൾ ആളുടെ ചുണ്ടിലും കുസൃതി ചിരി ഉണ്ടായിരുന്നു. ഞാനും ആ ചിരി പകുത്തെടുത്തു.
നിമിഷങ്ങൾക്കപ്പുറം ഞാൻ ആ നെഞ്ചിലേക്ക് കവിൾ ചേർത്ത് നിന്നതും ആ കൈകൾ എന്നെ മെല്ലെ ചേർത്ത് വെച്ച് തലോടി. അങ്ങ് ദൂരെ എവിടെ നിന്നോ നാദസ്വരത്തിൻ്റെ താളമേളങ്ങൾ ഉയരുന്നതും പുഷ്പവർഷങ്ങൾ ഞങ്ങളിലേക്ക് ചൊരിയുന്നതും ഞാൻ അറിഞ്ഞു. കൈകൾ കോർത്ത് പിടിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് നടന്നു. ശുഭം.